ഇപ്പോൾ ഞങ്ങൾ ഈ സ്വത്തിന് നികുതി വാങ്ങുന്നില്ല. കാരണം ഞങ്ങൾ ശത്രുരാജ്യത്തിൻ്റെ ആൾക്കാരുടെ സ്വത്താണിത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നോട്ടീസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. കാരണം ഈ ഭൂമി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പെങ്ങന്മാർക്കും മറ്റു അഞ്ചന്മാർക്കൊക്കെ ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രശ്നഭൂമിയിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടുക്കടലിൽ നായ കുടുങ്ങിയ മാതിരി കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ വീടുണ്ടാകുമോ എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വില്ലേജിൽ നിന്ന് വന്നവരൊക്കെ പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് രമ്യമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ മനസ്സിലെ വിഷമം മാറുന്നില്ല. ഒരു സംശയത്തിൻ്റെ നിലയിലാണ്. കാരണം ഞങ്ങളാരും പാകിസ്ഥാനിൽ പോയിട്ടുമില്ല, ഞങ്ങളുടെ അമ്മമാരും പോയിട്ടില്ല. വാപ്പാരും ഇങ്ങനൊരു പ്രതിസന്ധിയിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ അന്ന് പട്ടിണിയും ദാരിദ്ര്യവും നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. ആ കാലത്ത് അവർ ജോലി തേടിപ്പോയതാണ്. നമ്മളിത് നമ്മളെ സ്ഥലം എടുക്കുമ്പോഴെല്ലാം ഇവരാരും പറഞ്ഞിട്ടില്ല ഇത് പാകിസ്ഥാനെ പോലാണ് രജിസ്റ്റർ ചെയ്ത് തരില്ല എന്നുള്ള വിവരം ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ 1999 ആ സ്ഥലം എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് എടുത്ത ആൾ 1981 85 അതിൻ്റെ അടിയാധാരം എൻ്റെ അടുത്തുണ്ട്. ഞാൻ അത് നേരിട്ട് വാങ്ങിയതല്ല. ഇപ്പം എനിക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ പറയുന്നത്, ആദ്യം പറഞ്ഞത് ഭൂമിക്ക് നികുതി അടച്ച്, ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞ് ആ ഭൂമിക്കല്ല ഈ ഭൂമി. ഇപ്പം നമ്പർ വ്യത്യാസമുണ്ട്, സർവേ നമ്പർ. ഈ പറഞ്ഞ സർവേ നമ്പറിലല്ല, 120-ൽ 4 എനിക്ക് കാണിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിയ ആളെ പേര് 120-ൽ 8. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വിഭജനത്തിന് മുമ്പ് പാകിസ്ഥാനിലേക്ക് പോയവരുടെ പേരിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സ്വത്തുക്കളുടെ കൈവശക്കാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് നൽകിയതിന് പിന്നാലെ തിരൂരങ്ങാടി നിയോജകമണ്ഡലം MLA KP മജീദിന്റെ നേതൃത്വത്തിൽ നോട്ടീസ് ലഭിച്ചവരുടെ യോഗം വിളിച്ചു ചേർത്തു. കോടതിയിൽ മാസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് നിയമപരമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനിച്ചു. ആവശ്യമായ നിയമസഹായങ്ങൾ ചെയ്യാമെന്ന് MLA ഇവർക്ക് ഉറപ്പു നൽകി. പാകിസ്ഥാനിലേക്ക് കുടിയേറിയതിനാൽ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടതാണെന്നും 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അറിയിപ്പ് ലഭിച്ച 15 ദിവസത്തിനുള്ളിൽ തെളിവ് സഹിതം ഓഫീസിലേക്ക് അറിയിക്കണമെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ സ്വത്ത് ഓഫീസ് ഏറ്റെടുക്കുമെന്നും അറിയിച്ചാണ് നോട്ടീസ് നൽകിയിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഓഹരി വെച്ചും കൈമാറ്റം ചെയ്യപ്പെട്ടും ഭൂമി കൈവശമുള്ളവർ ഇതോടെ ആശങ്കയിലായിരുന്നു. ഇത്തരം ഭൂമിയിൽ വീടടക്കം വെച്ചവർ എന്തു ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. നിലവിൽ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത് ക്രയവിക്രയം ചെയ്ത് ഭൂമി വാങ്ങിയവർക്കാണ്. ഇന്ത്യൻ പൗരന്മാർക്കാണ് പാകിസ്ഥാൻ പൗരൻ എന്ന രീതിയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും നിരപരാധികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഇതിനെ നിയമപരമായി നേരിടാനാണ് യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും KP മജീദ് MLA പറഞ്ഞു. 1968 സെൻട്രൽ ഗവൺമെൻറ് എനിമീസ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ കാലത്ത് പാകിസ്ഥാനിൽ പോയി അവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുള്ളത്. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ ആ ആളുകളിൽ നിന്ന് അത് വാങ്ങി പല രീതിയിലും പല ആളുകളും ഇങ്ങനെ ക്രയവിക്രയം ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുള്ളത്. അതുതന്നെ പല ആൾക്കാരും ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്, പാസ്പോർട്ടായി ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ പാകിസ്ഥാൻ പൗരെന്ന നിലയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം അപാകത നിറഞ്ഞിട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളത്. വളരെ നിരപരാധികളായ ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിലപാട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടതുമായിട്ട് MLA നിലയ്ക്ക് ഞങ്ങൾ ചർച്ച നടത്തി, എല്ലാവരുടെയും വാദങ്ങൾ കേട്ടു. വളരെ വിചിത്രമായിട്ടുള്ള സ്ഥിതിയാണ് ഓരോ നോട്ടീസും വന്നിട്ടുള്ളത്.
അതുകൊണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് നിയമപരമായി ഇതിനെ നേരിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആലോചന തീരുമാനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും ആവശ്യമായ രേഖകളെല്ലാം നോക്കി പരിശോധിച്ച് അതിൻ്റെ സാധുത ഉറപ്പുവരുത്തി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിയമപരമായി ഇത് നേരിട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ട ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഭജനത്തിന് മുൻപും ശേഷവും പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമിയാണ് എനിമി പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നത്. ഇത്തരക്കാരുടെ ഭൂമിയും സ്വത്തും എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2021 ഡിസംബർ 29 ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ എ വിഭാഗവും ബി വിഭാഗവുമുണ്ട്. എ വിഭാഗം നിലവിൽ എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പാക് പൗരത്വമുള്ളവരുടെ പേരിലുള്ള ഭൂമിയാണിത്. പാക് പൗരത്വമുള്ളവരുടെ ബന്ധുക്കൾ കൈവശം വെച്ചു വരുന്നതാണ് ബി വിഭാഗത്തിൽപ്പെടുന്നത്. ഈ ഭൂമിയുടെ കൈവശക്കാർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകുന്നത്. വർഷങ്ങളായി നികുതി അടയ്ക്കുന്ന ഭൂമി എനിമി പ്രോപ്പർട്ടിയായി ക്രയവിക്രയങ്ങൾ തടഞ്ഞതും ഇപ്പോൾ നോട്ടീസ് വന്നതും കൈവശക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ജീവിത സമ്പാദ്യം ഉപയോഗിച്ച് സ്ഥലം വാങ്ങി വീട് വെച്ചവരാണ് ഭൂരിഭാഗം പേരും. ഭൂമി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് കൈവശക്കാർ. പേര് മുഹമ്മദ് കുട്ടി, കുണ്ടങ്കടവൻ മുഹമ്മദ് കുട്ടി. ഞങ്ങൾക്ക് പൈതൃകമായിട്ട് കിട്ടിയ സ്വത്ത്, അതായത് ഞങ്ങളെ വല്യമ്മാൻ്റെ സ്വത്ത്, അത് ഭാഗിക്കപ്പെട്ടപ്പോൾ ഞങ്ങളെ വാപ്പാക്കും കിട്ടി. തൊഴിൽ തേടിപ്പോയ എൻ്റെ പിതാവ് പാകിസ്ഥാനിൽപ്പെട്ട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അവിടുന്ന് പോരാൻ പറ്റിയില്ല. അങ്ങനെ അവിടുത്തെ പാസ്പോർട്ട് എടുക്കാൻ നിർബന്ധിതരായത് കൊണ്ടാണ് അവർ പാസ്പോർട്ട് എടുത്തതും നാട്ടിൽ വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ സ്വത്തിന് നികുതി വാങ്ങുന്നില്ല. കാരണം ഞങ്ങൾ ശത്രുരാജ്യത്തിൻ്റെ ആൾക്കാരുടെ സ്വത്താണിത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നോട്ടീസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. കാരണം ഈ ഭൂമി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പെങ്ങന്മാർക്കും മറ്റു അഞ്ചന്മാർക്കൊക്കെ ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രശ്നഭൂമിയിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടുക്കടലിൽ നായ കുടുങ്ങിയ മാതിരി കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നമ്മുടെ MLA കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും സംയുക്തമായി ചേർന്നിട്ട് ഒരു മാസ് പെറ്റീഷൻ കൊടുത്ത് ഹൈക്കോടതിയായിട്ട് ഇടപെട്ടിട്ട് നമുക്കിതിനൊരു പരിഹാരം കാണാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ 10-18 ആൾക്കാർ ഞങ്ങൾ നല്ലമ്പറ പഞ്ചായത്തിലെ കുണ്ടൂർ ദേശത്തുണ്ട്. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള പ്രശ്നം. കാരണം ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ വീടുണ്ടാകുമോ എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വില്ലേജിൽ നിന്ന് വന്നവരൊക്കെ പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് രമ്യമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങളെ മനസ്സിലെ വിഷമം മാറുന്നില്ല. ഒരു സംശയത്തിൻ്റെ നിലയിലാണ്. കാരണം ഞങ്ങളാരും പാകിസ്ഥാനിൽ പോയിട്ടുമില്ല, ഞങ്ങളെ അമ്മമാരും പോയിട്ടില്ല. വാപ്പാർ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ അന്ന് പട്ടിണിയും ദാരിദ്ര്യവും നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. ആ കാലത്ത് അവർ ജോലി തേടിപ്പോയതാണ്. നമ്മുടെ നാട്ടിലെ പട്ടിണി തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്ന മാതിരി പോയതാണ്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചപ്പോൾ ഇവരൊക്കെ അവിടുത്തുകാരായി മാറി. പിന്നെ തിരിച്ചു പോകണമെങ്കിൽ പാകിസ്ഥാനിലെ പാസ്പോർട്ട് നിർബന്ധമായി. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് വന്നവരാണ് ഞങ്ങളെ പിതാക്കളൊക്കെ. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പിതാക്കളൊക്കെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. ശരിക്കും അവർക്ക് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് മരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർ ഇങ്ങോട്ട് വന്നിരുന്നോ? നാട്ടിലായിരുന്നോ? ആ, നാട്ടിൽ വന്നു. ആ പാകിസ്ഥാൻ പാസ്പോർട്ട് എടുത്തിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റി? ആ, നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ 3 മാസം നിന്നിട്ട് പോകും. പിന്നെ അവർ രോഗികളൊക്കെ ആയിത്തീർന്നപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൽ പിന്നെ പൗരത്വത്തിന് വേണ്ടി കൊടുത്തു. ആ കൊടുത്തപ്പോൾ അത് കടലാസുകളൊക്കെ റെഫർ ചെയ്ത് പോയി. അങ്ങനെ നമ്മളെ ഒരു MP ഉണ്ടായിരുന്നു. ആ MP ഒരു കടലാസൊക്കെ കൊടുത്തതിന് ശേഷം പാകിസ്ഥാൻകാരെ ഇപ്പോൾ എങ്ങനെ നിൽക്കണോ അതേമാതിരി നിർത്താനും നമ്മളെ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കാനും വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ 25 കൊല്ലമായി എൻ്റെ വാപ്പ കൊടുത്തിട്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എൻ്റെ വാപ്പ മരിച്ചൊക്കെ പോയി. എൻ്റെ വാപ്പ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ
അവർ മരിച്ചു പോയാലും അവരുടെ പേരിലുള്ള സ്വത്താണെന്നാണ് പറഞ്ഞിട്ട് ഇവർ പിടിക്കുന്നത്. അല്ലാതെ വാപ്പാർ ഇവിടെ വാങ്ങിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല. അവർക്ക് പാരമ്പര്യമായിട്ട് അവരെ ഉമ്മാൻ്റെ സ്വത്ത്, വാപ്പാൻ്റെതുമല്ല, ഉമ്മാടെ സ്വത്ത് കിട്ടിയത് ആധാരങ്ങളൊക്കെ എഴുതി വന്നപ്പോൾ ഇവരുടെ പേര് കഷ്ടകാലത്ത് ഉണ്ടായത്. വാപ്പയും മൂത്താപ്പയും എളാപ്പയും ഒക്കെ ഉണ്ട്. അവരുടെ പേരിലാണ് ഈ ആധാരം വന്നത്. ഈ ആധാരം വന്നപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഇത് എനിമീസ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ശത്രു രാജ്യക്കാരാണ് ഞങ്ങൾ എന്നുള്ള അത് ഇതിനു മുമ്പേ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ ഇരിക്കക്കൂലില്ലാതാവണ ഒരു നിലയിലാക്കണം നീങ്ങുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് എത്ര പേരുണ്ട് ഇപ്പോൾ ഇതിൽ നിങ്ങളെ അവകാശി എൻ്റെ അവകാശികളായിട്ട് ഞങ്ങളെ ഇതിൽ ഞാൻ, എൻ്റെ അനുജന്, എൻ്റെ 2 പെങ്ങന്മാർ, എൻ്റെ ഉമ്മ, ഇവരൊക്കെയുള്ള അവകാശികളാണ്. അവർക്കൊക്കെ ഈ സ്വത്ത് ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭാഗിച്ച് കൊടുത്തിട്ടുണ്ട്, വീടും വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ വീട് വെക്കാതെ അവിടെ അവർ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നുണ്ട്. ആകെ 34 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട് നിൽക്കുന്നത് വെച്ചാൽ ഞാൻ വീട് വെച്ചത് വേറൊരാളെ നിന്ന് വാങ്ങിയ സ്ഥലത്താണ്. അപ്പോൾ അതിൽ ബെഡ്റൂമൊക്കെ ഇന്ത്യക്കാരും കിച്ചണൊക്കെ പാകിസ്ഥാനിയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ കിടപ്പുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ വീട് കിട്ടുമോ, ഞങ്ങളെ സ്വത്ത് കിട്ടുമോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളിപ്പോൾ ഇവിടെ 10-20 ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഞങ്ങൾ പാകിസ്ഥാൻ കണ്ടിട്ടുമില്ല, പാകിസ്ഥാനിൽ പോയിട്ടുമില്ല. അന്ന് ഞങ്ങളെ വാപ്പാർ പോയി, അവർ കഷ്ടപ്പെട്ടിട്ട് പോയതാണ്. അവർ തിരിച്ചു വന്നു, ഇവിടുന്ന് മരിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് നാഷണാലിറ്റി കൊടുത്തിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനൊരു പ്രശ്നമാണ് ഇത് നിലനിൽക്കുന്നത്. ഇല്ല, നമ്മൾ നികുതി അടക്കുന്നുണ്ട്. വീടായിട്ട് ഒരു 21 കൊല്ലമായിട്ട് അവിടെ വീടാണ് എൻ്റേത്. കാരണം അതിന് മുമ്പ് വേറെ ആൾ വാങ്ങി. ഞാനൊരു 3ാമത്തെ പ്രാവശ്യമായിട്ടാണ് കൈമാറുന്നത്. അല്ല എൻ്റെ സ്വന്തം ഇതില്ല. ആദ്യം പാകിസ്ഥാൻകാരുടെ നിന്ന് നേരിട്ട് വാങ്ങില്ല ചെയ്ത് പാകിസ്ഥാൻകാരൻ്റെതുമല്ല ഭൂമി. അതായത് പറഞ്ഞാൽ ആദ്യക്ക് ഇത് അവരെ വാപ്പൻ മകനാണ് പാകിസ്ഥാനിൽ പോയിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് വേറെ ഒരാൾക്ക് വിറ്റ് ആ വേറെ ആളുടെ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ വാങ്ങിയതല്ല, ഞാൻ നേരിട്ട് വാങ്ങിയതല്ല. ഞാൻ വാങ്ങേണ്ടത് 3ാമത്തെ ആളായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 3ാമത്തെ പ്രാവശ്യമായിട്ട് കൈമാറുന്നതാണ്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ 23-24 വരെ ഞാൻ നീതി കെട്ടിയിട്ടുണ്ട്. വീടിൻ്റെ നീതി ഇപ്പോൾ മിന്നാന്നും കെട്ടിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വീടിൻ്റെ നീതി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ഒന്നും പ്രശ്നമില്ല. നമ്മളിത് നമ്മളെ സ്ഥലം എടുക്കുമ്പോഴല്ലാതെ ഇവരാരും പറഞ്ഞിട്ടില്ല ഇത് പാകിസ്ഥാൻ മോലാണ് രജിസ്റ്റർ ചെയ്ത് തരില്ല എന്നുള്ള വിവരം ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ 1999 ആ സ്ഥലം എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് എടുത്ത ആൾ 1981-ലാണ്, 85 അതിൻ്റെ അടിയാധാരം എൻ്റെ അടുത്തുണ്ട്. ഇപ്പം പറഞ്ഞിട്ടുള്ളത് അവർ നോട്ടീസ് വന്നാണ് ഇങ്ങനെയാണ് സംഭവം എന്നുള്ള വിവരം പറയണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, വില്ലേജിൽ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ 21 ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ വന്നത്. ഞങ്ങൾ 4 ആളുണ്ട് ആ ഒരു ഇതിൽ. ആ ഒരു സർവേയിൽ 4 കൂട്ടരുണ്ട്. ഞാനുണ്ട്, മൻസൂർ അലി ഉണ്ട്, പിന്നെ അബ്ദുൽ സത്താറുണ്ട്, കദിയമുണ്ട്. ഇങ്ങനെ 4 കൂട്ടരാണ് ഞങ്ങൾ ആ ഭൂമിയിലുള്ളത്. അല്ലല്ല, അതിൽ അവരെ മക്കൾക്ക് കിട്ടിയതുണ്ട്. ഞങ്ങൾ 2 കൂട്ടർ വേറെ ഭൂമി വാങ്ങിയതായിട്ട് കൈമാറ്റം വന്നതാണ്. കൈമാറ്റം വന്ന് വാങ്ങിയ ഭൂമിയാണ്. നമ്മുടെ ഭൂമിയിൽ ഒരു 12.5 സെൻറ്റ് സ്ഥലമുള്ളത്. അത് നമ്മൾ പാകിസ്ഥാൻകാരുമല്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ആദ്യമുള്ള ആൾ തച്ചറക്കൽ അബ്ദുറഹ്മാൻ എന്ന ആളെ ഇരുത്തുന്നത് 2-3 ടീമുകൾ കൈമാറ്റം വന്ന് അവരെടുത്തുനിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു 12 സെൻറ്റ് സ്ഥലം. അപ്പോൾ നോട്ടീസ് വന്നില്ല, അവരെ പേരുണ്ട്, അവരെ സർവേ നമ്പറിലുള്ള ഭൂമിയാണ്. നമ്മളെ അനിയൻ്റെ പേരിൽ അനിയനക്ക് വാങ്ങിയ ഭൂമിയാണ്. അനിയൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഹാജരായതാണ്. നമ്മുടെ MLA അതേമാതിരിക്ക് നമ്മളെ നാട്ടുകാരെല്ലാം കൂടി ഇടപെട്ടിട്ട് അതൊരു വക്കീൽ മുഖാന്തരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മളെ മുൻ വാർഡ് മെമ്പർ കുണ്ടിലുള്ള ഫൈസലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇനി ഫൈസലിനോട് സംസാരിച്ചിട്ട് വക്കീൽ മുഖാന്തരം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറെ ആളൊക്കെ വാങ്ങിയതാണ്. അവർ 2-3 ആളെടുത്ത് കൈമാറ്റം ഇങ്ങനെ വന്ന ഭൂമിയാണത്. ഈ അബ്ദുറഹ്മാൻ എന്ന ആൾ ഇപ്പോൾ എവിടെ ഉള്ളത് എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ നോട്ടീസിൽ വന്ന ആൾ അബ്ദുറഹ്മാൻ തച്ചറക്കൽ എന്ന ആളെ പേരിലുള്ള ഭൂമിയാണത്.
ഇതിന് വാങ്ങണമെന്നോ ഇതിനെക്കുറിച്ച് യാതൊരു വാങ്ങണ മുമ്പ് ഇല്ലല്ല രജിസ്ട്രാർ ഓഫീസിൽ നിന്നോ വില്ലേജിൽ നിന്നൊന്നും ഇല്ലല്ല ഞങ്ങൾ അത്ര കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. നമ്മളെ അടുത്തുള്ള ഭൂമി ആയതുകൊണ്ട് നമുക്ക് സൗകര്യമുള്ളൊരു ഭൂമിയും ഒക്കെ ആയതുകൊണ്ട് ഒരു 12 സെൻറ്റ് വിൽപ്പനക്കുണ്ട് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ വാങ്ങിയതാണ് ആ ഭൂമി. ഞാൻ അത് നേരിട്ട് വാങ്ങിയതല്ല. ഇപ്പം എനിക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ പറയുന്നത്, ആദ്യം പറഞ്ഞത് ഭൂമിക്ക് നികുതി അടച്ച്, ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞ് ആ ഭൂമിക്കല്ല ഈ ഭൂമി. ഇപ്പം നമ്പർ വ്യത്യാസമുണ്ട്, സർവേ നമ്പർ ഈ പറഞ്ഞ സർവേ നമ്പറിലല്ല, 120-ൽ 4 എനിക്ക് കാണിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങിയ ആളെ പേര് 120-ൽ 8. അത് ഇതിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്താണ് അത് ഭൂമിയുള്ളത്. ഇപ്പം നികുതി സ്വീകരിച്ചിട്ടില്ല. ഞാൻ നികുതി അടക്കാൻ പോയപ്പോൾ നികുതി അടക്കാൻ പറ്റില്ല. അതെനിക്കറിയില്ല, ഞാൻ അയാളേക്കൊന്നും വാങ്ങിയതല്ല. അല്ല അതിങ്ങനെ മറിഞ്ഞ് വന്നതാണ്. ഞാൻ 92-98 വാങ്ങിയതാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ പേപ്പർ തന്ന് നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഹാജരാക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എല്ലാവരും കൂട്ടായ്മ ഉണ്ടാക്കാൻ തീരുമാനിച്ച് അങ്ങനെയാണ് കൂട്ടായ്മയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. MLA കാണാൻ നല്ലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചെയ്യുന്നുണ്ട്. വക്കീലിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു.